ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് തിരുവാതിര ദിവസമാണ്. എല്ലാവരും വ്രതമൊക്കെ നോറ്റ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടാവില്ലേ? ഞാനും ഇതേപോലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി പായസം ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പോൾ കൂവ വിരകാറാണ് പതിവ്. ഈ തവണ കൂവ പായസമായാലോ? അപ്പോൾ കൂവ പായസം ഞാൻ മറ്റുള്ളവരുണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതായാലും ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ കൂവപ്പൊടി നമുക്ക് എത്രയാണോ ആവശ്യം അത് നോക്കിയിട്ട് കുറച്ച് അളവിലിടാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു 3 ആൾക്കുള്ള അളവിലാണ്. പിന്നെ അതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം വെച്ചിട്ട് പാനിയാക്കി എടുക്കാം. ഞാൻ കൂവ പായസം ഉണ്ടാക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം ഇടും. നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഡയറക്റ്റ് ഇടല്ല, നെയ്യിൽ ഒന്ന് വാട്ടിയ ശേഷമാണ് ഇടുക. ഇത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ. പിന്നെ നെയ്യ് വെറുതെ വാട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റില്ല. അതേപോലെ തന്നെ ആ നെയ്യിൻ്റെ സ്വാദ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് പഴത്തിൻ്റെ പരുവം. നല്ല സ്റ്റിക്കി ആവാതെ തന്നെ കിട്ടണം. ആദ്യം തന്നെ കൂവ വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെച്ചില്ലേ, അത് നല്ല മിക്സ് ചെയ്ത ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. മിക്ക ആൾക്കാരും ഇത് വാങ്ങിയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് അരിച്ചാലൊന്നും കിട്ടാനുണ്ടാവില്ല. പക്ഷെ എന്നാൽ വരെ നമുക്ക് സേഫ് ഇതൊന്ന് അരിച്ച് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ശർക്കരപ്പാനിയും ഇതേപോലെ അരിച്ചെടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ ഗ്യാസിലേക്ക് വെക്കാൻ. ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ കാണുന്ന രീതിയിലുള്ള ഒരു പരുവായി വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും സ്മെല്ലിനും വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർ ഇത് കൊത്തായിട്ട് ചേർക്കും, അതും ടേസ്റ്റാണ്. എനിക്കിഷ്ടം ഈ ഒരു ചിരകി ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്ത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ സ്വാദിഷ്ടമായ കൂവ പായസം റെഡി. ഞാനിവിടെ കൂവ പായസം ഈ രീതിയിലാണ് വെക്കാറ്. അപ്പം നിങ്ങൾ ഈ രീതിയിലാണോ വെക്കാറെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.